പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. മോളെ, കാപ്പിക്കുള്ളതും ഉച്ചത്തെ ചോറും കാലാക്കി വെച്ചിട്ടുണ്ട്. സമയം എടുത്ത് കഴിച്ചോളണം കേട്ടല്ലോ. ശരി അമ്മേ. ഇപ്പൊ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അമ്മ പോയിട്ട് വാ. ഡാ മുരളി, നീ ഒന്നും ഓട്ടം പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്? ഗൗരിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. എന്റെ അമ്മേ, മരുമോളെ അത്ര കാര്യമായിട്ട് നോക്കാനാണെങ്കിൽ അമ്മ ജോലിക്കൊന്നും പോണ്ട. ഒന്നും മിണ്ടായിരിക്കടാ, ഞാൻ ഇറങ്ങാം. ആദ്യമായിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ ഐശ്വര്യമായിട്ട് എതിരെ വരുന്ന അന്തമോനാ. അപ്പൊ ഞാൻ ഇറങ്ങുന്ന കാര്യം എന്തായാലും ഗുണപ്പെടും. ആന്റി എങ്ങോട്ട് പോവാ ഈ വേഷത്തില്? ഇന്നു മുതലേ പുതിയ ജോലിയാ മോനെ. തൊഴിലുറപ്പിന് പോവാ. തൊഴിലുറപ്പിനോ? എന്തിന്? ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചാ മോനെ. എന്നാലും ആന്റിക്ക് ശീലമില്ലാത്തൊരു ജോലിയല്ലേ? എടാ മുരളി, ഇത് വേണോ? ചന്ദ്രോത്ത് എന്തായാലും വരില്ല. അവിടെ വരാൻ പറയുന്നത് ശരിയല്ല. ആന്റിക്ക് പറ്റുന്ന മറ്റൊരു ജോലി ഞാൻ നോക്കാം. വേണ്ട മോനെ. എടാ മുരളി, നീ എന്തിനാ സമ്മതിച്ചേ? എടാ, അതിലൊന്നും ഞാനും ഗൗരി അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഏത് ജോലിക്ക് പോകണമെന്നുള്ളതും അമ്മയുടെ ഇഷ്ടമാണ്. ഒരു ജോലിക്ക് മാത്രമേ പോകാൻ പാടില്ലെന്ന് ഞാൻ വിലക്കിയിട്ടുള്ളൂ. അത് ചന്ദ്രത്തെ അടുക്കള പണിയാ. അതിനി വേണ്ട. അത് വേണ്ടെന്ന് ഞാനും പറഞ്ഞല്ലോ. നമ്മുടെ കമ്പനി തന്നെ മറ്റെന്തെങ്കിലും ജോലി നോക്കാമല്ലോ. അത് വേണ്ട നന്ദ. നന്ദന്റെ അമ്മയുമായി ബന്ധമുള്ള ഒരു സ്ഥാപനത്തിലും ജോലി വേണ്ട. എന്റെ നന്ദമോനെ, ഞാൻ പറയുന്നത് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ജോലിയാ ഇത്. ഒരേ മനസ്സുള്ള കുറച്ചു പേരോടൊപ്പം ജോലി ചെയ്യുക, അതൊരു സന്തോഷാ. അതൊക്കെ ശരിയാ. പക്ഷേ ഭേദപ്പെട്ട ശമ്പളമൊക്കെ ആയി ഒരു വീട്ടിൽ നിന്നാ ആന്റി ഇതുവരെ ജോലി ചെയ്തേ. ഇതിപ്പോ വെയിലും മഴയൊക്കെ കൊണ്ട് എത്രയോ ആയിരം സഹോദരിമാർക്ക് വെയിൽ കൊള്ളാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്കിത്തിരി വെയിൽ കൊള്ളോണ്ട് എന്താ കുഴപ്പം? എന്തായാലും എന്നെ കുറിച്ച് മോന്റെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് മതി. ആ സ്നേഹം മാത്രം മതി ആന്റിക്ക്. പോട്ടേടാ. ശരി മോനെ. നീ എന്തൊരു മോനാടാ. നിന്റെ അമ്മയുടെ അവിടുത്തെ ജോലിയേക്കാൾ എത്രയോ നല്ലതാ ആ തൊഴിലുറപ്പ്. നീ വാ.